ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടാണ് അവൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ, അതുപോലെ അവൻ്റെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ അവൻ്റെ പേഴ്സണാലിറ്റി അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. നമ്മൾ അസൂയപ്പെടുന്നതാണ്. ചില ആളുകളൊക്കെ അവർക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ പറ്റും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, അതുപോലെ ഓപ്പർച്യൂണിറ്റി എന്താണ്, നമ്മളുടെ ത്രെട്ട് എന്താണ്. ഈ ഒരു 4 വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് SWOT എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഓർഗനൈസേഷൻസ്, അതുപോലെ നല്ല ബിസിനസ് സംരംഭങ്ങളൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? സ്ട്രെങ്ത് ആണ്. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള യുണീക്ക്നെസ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. ഞാൻ ചില ഏരിയകളിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇൻറ്റേർണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വീക്ക്നെസ് ആണ്. നമുക്ക് സ്ട്രെങ്ത് ഉള്ളതുപോലെ തന്നെയാണ് ചില ഏരിയയിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും. ആ വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻറ്റേർണൽ ഒബ്സ്റ്റക്കിൾസ്, നമ്മളെ ഇൻറ്റേർണൽ ലിമിറ്റ്സ് ആണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നമുക്ക് എന്താണ്, ചില ആളുകൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതായിരിക്കാം, ചില ആളുകൾക്ക് അത് നമുക്ക് പ്രത്യേക സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാത്തതായിരിക്കാം. അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീക്ക്നെസ്സിൽ ഏത് ഭാഗത്താണോ നമുക്ക് മോശം പെർഫോമൻസ് ഉള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തേതാണ് SWOTന്റെ SWO, ഓപ്പർച്യൂണിറ്റീസ് എന്നാൽ എക്സ്റ്റേണൽ ചാൻസസ് ആണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റ് എന്താണ്, നമ്മൾ ബന്ധപ്പെടുന്ന മാർക്കറ്റ് ഏതാണോ ആ മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, ടെക്നോളജി യൂസ് ചെയ്യണോ, അങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യമാണ് ത്രെട്ട്. അത് ഏതൊരു മനുഷ്യനും അതായത് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അത് കോമ്പറ്റീഷനായിട്ട് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ശക്തരായിരിക്കും. അവരേത് രീതിയിലാണ്, ആ ഒരു ത്രെട്ട് എന്തൊക്കെയാണ് നമുക്ക് നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതായത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. ഈ 4 പാർട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് അത് ഏതൊക്കെ ഏരിയയിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനും അത് നമ്മളുടെ നിത്യജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.